പോകുന്നത് കുസാറ്റ് കാറ്റിലെ വെക്ടർ കാൽക്കുലസ് പ്രോബ്ലംസ് ആണ്. പല വർഷങ്ങളായി ചോദിച്ചിട്ടുള്ള ചില പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യത്തെ പ്രോബ്ലം നോക്കാം. ദ വെക്ടർ 2i plus j minus k is perpendicular to I minus 4j plus ak. Then a is equal to what? ഇതാണ് ചോദ്യം. നമുക്ക് അറിയുന്ന കാര്യമാണ്, രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. If a and b are perpendicular, then a dot b is equal to 0. നമുക്ക് അറിയുന്ന കാര്യമാണ്. സോ ആ പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണ്, ഈ രണ്ടിന്റെയും ഡോട്ട് പ്രൊഡക്റ്റ് 0 ആണ്. സോ ഡോട്ട് പ്രൊഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം, അതിൽ നിന്ന് a നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ 2i plus j minus k dot I minus 4j plus ak is equal to 0. ഇനി ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ സിമിലർ കോമ്പണൻസിന്റെ കോഎഫിഷ്യൻസ് മാത്രമേ ഉണ്ടാകുള്ളൂ. ബാക്കി എല്ലാത്തിനെയും that means I dot j, I dot k, j dot k ഇതെല്ലാം തന്നെ 0 ആയിട്ട് പോകും. സോ 2i dot i എന്ന് പറയുന്നത് 2 വരും, പ്ലസ് 1j into minus 4j minus 4 plus minus k dot ak. So that is minus a equal to 0. ഇവിടുന്ന് a ഇപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ a is equal to 2 minus 4, that is equal to minus 2. a equal to minus 2 ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. നെക്സ്റ്റ് പ്രോബ്ലം പറയുന്നത് ഇതാണ്. a and b are two unit vectors and alpha is the angle between them. Okay. If the vector a plus b is also a unit vector, then the angle alpha is equal to what? രണ്ട് മൂന്ന് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. a ഒരു യൂണിറ്റ് വെക്ടർ ആണ്, ദാറ്റ് മീൻസ് അതിന്റെ മോഡുലസ് 1 ആണ്. b ഒരു യൂണിറ്റ് വെക്ടർ ആണ്, അതിന്റെയും മോഡുലസ് 1 ആണ്. ഇനി a പ്ലസ് ബി ഒരു യൂണിറ്റ് വെക്ടർ ആണെങ്കിൽ ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. സോ ലെറ്റ് മോഡുലസ് ഓഫ് a plus b is equal to 1. ഇതാണ് നമ്മുടെ അസംഷൻ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ രണ്ട് സൈഡും സ്ക്വയർ ചെയ്തു. a സ്ക്വയർ ഈക്വൽ ടു മോഡ് a സ്ക്വയർ എന്ന് നമുക്കറിയാം. സോ അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് a plus b the whole square equal to 1 square, that is 1 ഇങ്ങനെ എഴുതാൻ പറ്റും. this is equal to എന്ത് വരും? a dot a plus b dot b plus a dot b plus b dot a ഇങ്ങനെയാണല്ലോ വരിക. കാരണം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ this is a plus b dot a plus b. ഓക്കെ, സോ ഇങ്ങനെ വരും. this is equal to 1. ഇനി ഇത് ചെയ്യുമ്പോൾ നമുക്ക് a dot a മോഡ് a സ്ക്വയർ ആണ്. മോഡ് a സ്ക്വയർ ഈക്വൽ ടു 1 പ്ലസ് ഇത് മോഡ് b സ്ക്വയർ അഗെയിൻ 1 ആണ്, പ്ലസ് a ഡോട്ട് b പ്ലസ് b ഡോട്ട് a നമുക്ക് 2a ഡോട്ട് b എന്ന് എഴുതാൻ പറ്റും. 2a ഡോട്ട് b ഈക്വൽ ടു 1. സോ ദിസ് ഇസ് 2 പ്ലസ് 2 ഇൻറ്റു a ഡോട്ട് b എന്ന് വെച്ചാൽ മോഡ് a ഇൻറ്റു മോഡ് b കോസ് ആൽഫ എന്നാണ്. ദിസ് ഇസ് ഈക്വൽ ടു 1. implies 2 plus 2 into ഇത് രണ്ടും 1 ആണ്. സോ 2 cos alpha equal to 1 implies 1 plus cos alpha is equal to 1 by 2. 2 കോമൺ പുറത്തേക്ക് എടുത്തിട്ട് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയതാണ്. this is equal to 1 by 2 implies cos alpha is equal to 1 by 2 minus 1 minus 1 by 2 implies alpha is equal to cos inverse of minus 1 by 2 എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 2 pi by 3 ആണ്. 2 pi by 3 ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഇതായിരുന്നു സെക്കൻഡ് പ്രോബ്ലം. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. നെക്സ്റ്റ് പ്രോബ്ലം പറയുന്നത് ഗ്രീൻസ് തിയറം അപ്ലൈഡ് ടു എ പർട്ടിക്കുലർ ഇന്റഗ്രൽ വെർ c is the circle x square plus y square equal to 1 yields. അതായത് നമ്മുടെ ഈ ലൈൻ ഇന്റഗ്രൽ ഓവർ c ഇത് കാൽക്കുലേറ്റ് ചെയ്യാണ് വേണ്ടത്. ഓവർ c എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ യൂണിറ്റ് സർക്കിൾ. നോക്കാം. അപ്പം എങ്ങനെയാണ് ഗ്രീൻസ് തിയറം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഗ്രീൻസ് തിയറം നമ്മൾ യൂസ് ചെയ്യുന്നത് ലൈൻ ഇന്റഗ്രലിനെ സർഫസ് ഇന്റഗ്രൽ ആക്കിയിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഗ്രീൻസ് തിയറം യൂസ് ചെയ്യുന്നത്. സോ എങ്ങനെയാണ് ലൈൻ ഇന്റഗ്രൽ ഓവർ എ പർട്ടിക്കുലർ കോണ്ടോർ m dx plus n dy
is equal to double integral over the region R dou n by dou x minus dou m by dou y dx dy. ഇതാണ് നമ്മളുടെ ഗ്രീൻസ് തിയറത്തിന്റെ ഫോർമുല. അപ്പം ഇവിടെ നമ്മളുടെ എമ്മും എന്നും ഒക്കെ എന്താണ്, ഇതിന് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യണം, അത് സിംഗിൾ വാല്യൂഡ് ആയിരിക്കണം. ഓൾസോ ദാറ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് മസ്റ്റ് ബി കണ്ടിന്യൂസ് ഓവർ ദ ഗിവൺ റീജിയൻ ആർ. ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, ഈ ഇന്റഗ്രൽ ഓവർ സി ഒരു എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ എന്നുള്ള ഫോമുല തന്നെയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എടുത്തു നോക്കാം. അതിന് ആദ്യം എം എന്താണ് എൻ എന്താണ് എന്ന് നമ്മൾ എഴുതണം. എം ഇസ് ഈക്വൽ ടു കോസ് എക്സ് സൈൻ വൈ മൈനസ് എക്സ് വൈ. എൻ ഇസ് ഈക്വൽ ടു സൈൻ എക്സ് കോസ് വൈ. ഇതിൽ നിന്ന് നമുക്ക് കാണേണ്ടത് ഡോ എം ബൈ ഡോ വൈ. ഡോ എം ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. സോ നമുക്ക് കിട്ടും കോസ് എക്സ് കോസ് വൈ മൈനസ് എക്സ്. അതുപോലെ തന്നെ ഡോ എൻ ബൈ ഡോ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് എന്നിനെ നമുക്ക് കിട്ടുന്നത് കോസ് എക്സ് കോസ് വൈ എന്നാണ്. ഇനി ഇത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, നമ്മുടെ ഡബിൾ ഇന്റഗ്രൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഡബിൾ ഇന്റഗ്രൽ ഓവർ സി, നമുക്ക് ലിമിറ്റ്സ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ലേ, അപ്ലൈ ചെയ്യാം. ഓവർ സി കോസ് എക്സ് കോസ് വൈ മൈനസ് ഓഫ് കോസ് എക്സ് കോസ് വൈ മൈനസ് എക്സ് അല്ലേ, ഡി എക്സ് ഡി വൈ. അപ്പം ഇതിനകത്ത് ഈ മൈനസ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ രണ്ട് ടേംസും ക്യാൻസൽ ആകും. ബാക്കിയുള്ളത് എക്സ് എന്നാണ്. സോ ഡബിൾ ഇന്റഗ്രൽ ഓവർ സി എക്സ് ഡി എക്സ് ഡി വൈ എന്നായി നമ്മുടെ ഇന്റഗ്രൽ മാറി. ഇനി നമുക്ക് എക്സിന്റെയും വൈന്റെയും ലിമിറ്റ്സ് ആണ് എഴുതേണ്ടത്. സോ രണ്ട് രീതിയിലും ചെയ്യാം. നിങ്ങൾക്ക് ഇന്നർ ലിമിറ്റ് ആയിട്ട് y കൊടുക്കാം, അല്ലെങ്കിൽ ഇന്നർ ലിമിറ്റ് ആയിട്ട് x കൊടുക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. സോ ഞാൻ ഇവിടെ ഇന്നർ ലിമിറ്റ് ആയിട്ട് y ആണ് കൊടുക്കുന്നത്. സോ എന്ത് വരും, y is equal to നോക്കാം, x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. ഇവിടുന്ന് y സ്ക്വയർ ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ. ദെർഫോർ y എന്ന് വെച്ചാൽ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. സോ അതാണ് നമ്മളുടെ ലിമിറ്റ്സ്, വൈയുടെ ലിമിറ്റ്സ്. ലോവർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ആൻഡ് അപ്പർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. അത് അപ്ലൈ ചെയ്യുന്നു നമ്മൾ. ഇനി എക്സിന്റെ ലിമിറ്റ് അപ്പൊ എന്താണ്, എക്സിന്റെ ലിമിറ്റ് വൈ അവിടെ ഇല്ല എന്ന് കണക്കാക്കുക. കാരണം ജസ്റ്റ് ഒന്ന് ആലോചിച്ചാലും മതി. എന്താണ് നമ്മൾ ഇന്റഗ്രൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. വിത്ത് റെസ്പെക്ട് ടു വൈ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് വൈന്റെ സ്ഥാനത്തൊക്കെ നമ്മൾ ഈ രണ്ട് ലിമിറ്റ്സ് ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ആയിട്ട് മാത്രം വരും, വൈ എന്ന് പറയുന്ന വേരിയബിൾ വാനിഷ് ആകും. സോ അത് തന്നെയാണ് നമ്മളുടെ കർവിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. വൈ എന്ന് പറയുന്ന വേരിയബിളിനെ വാനിഷ് ചെയ്യിക്കുകയാണ്. അപ്പൊ നമുക്ക് കിട്ടുന്നത് എക്സ് സ്ക്വയർ ഈക്വൽ ടു 1 എന്നാണ്. ദാറ്റ് മീൻസ് എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. സോ ഇതാണ് എക്സിന്റെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും. എക്സ് ഇസ് ഈക്വൽ ടു -1 to 1 ആണ് നമ്മുടെ ലിമിറ്റ്സ്. എക്സ് ഡി എക്സ് ഡി വൈ. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ -1 to 1. ഈ വിത്ത് റെസ്പെക്ട് ടു വൈ നോക്കുമ്പോൾ എക്സ് ഡി എക്സ് എന്നുള്ളത് ഒരു കോൺസ്റ്റന്റ് ആണ്. സോ അത് ഞാൻ ഇവിടെ പുറത്തേക്ക് എടുത്തു. ബാക്കി ഇന്റഗ്രൽ ഡി വൈ ആണുള്ളത്. ഇന്റഗ്രൽ ഡി വൈയുടെ റിസൾട്ട് എന്ന് വെച്ചാൽ വൈ തന്നെയാണ്. ഫ്രം മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ടു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു -1 to 1 എക്സ് ഡി എക്സ്. ഇവിടെ എന്ത് വരും, റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് മൈനസ്, സോ പ്ലസ് ആകും 1 മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, this is equal to integral -1 to 1. ഇത് 2 root of 1 minus x square എന്നാണ്. 2 പുറത്തേക്ക് എടുക്കാം. ബാക്കി ഇവിടെ ഒരു x ഉണ്ട്. x root of 1 minus x square dx എന്നാണ് വരുന്നത്. ഇനി ഈ ഇന്റഗ്രൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ട് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. let 1 minus x square equal to t. അങ്ങനെയാണെങ്കിൽ dx എന്തായിട്ട് വരും, -2x dx equal to dt എന്ന് വരും. ഇനി നമുക്ക് ലിമിറ്റ്സ് ആണ്, എക്സിന്റെ ലിമിറ്റ്സ് ടിയിലേക്ക് മാറ്റണം. സോ വെൻ
x is equal to 1, 1 minus 1 the whole square equal to t implies t is equal to 0 എന്ന് വരും. ഇനി when x is equal to -1 ആണെങ്കിലോ 1 minus -1 the whole square equal to 1 minus 1 എന്ന് തന്നെ വരും 0 ആണ്. That is t യുടെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 0 to 0 ആണ്. ഇത് 0 to 0 root t minus dt എന്നുള്ള രീതിയിൽ വരും. സോ 0 to 0 നമ്മളൊരു ഡെഫിനിറ്റ് ഇന്റഗ്രൽ കാണുവാണെങ്കിൽ നമുക്കറിയാം ഇന്റഗ്രൽ a to a f of x dx എന്ന് പറയുന്നത് 0 ആണ്. നമുക്ക് അറിയുന്ന കാര്യമാണ് പ്രോപ്പർ ഇന്റഗ്രലിന്റെ കാര്യത്തിൽ. അതുകൊണ്ട് ഇവിടെയും ആൻസർ എന്ന് പറയുന്നത് 0 ആണ്. ഇന്റഗ്രലിന്റെ വാല്യൂ 0 ആണ്. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് പ്രോബ്ലം ഇതാണ്. When a force F displaces a particle in the xy plane from 0, 0 to 1, 1 along the curve y minus x. The work done is. F തന്നിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെന്റിനെ പറ്റി പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ എന്താണ് എന്നാണ് ചോദ്യം. സോ വർക്ക് ഡൺ ഇൻ ഇക്വേഷൻ നമുക്കറിയാം. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ ദ കർവ് സി ആണ് എഫ് ഡോട്ട് ഡി ആർ. ഇതാണ് വർക്ക് ഡണിന്റെ ഫോർമുല. സോ എഫ് നമുക്ക് തന്നിട്ടുണ്ട്. എഫ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് ഐ മൈനസ് ഓഫ് 2xy പ്ലസ് വൈ ജെ. ഇതാണ് എഫ്. ഇനി നമുക്ക് ഡി ആർ കണ്ടുപിടിക്കണം. അപ്പൊ ഡി ആർ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ആർ, അതായത് നമ്മുടെ പൊസിഷൻ വെക്ടർ എന്താണെന്ന് അറിയണം. നമുക്കിവിടെ ആകെ അറിയുന്ന ഒരു കാര്യം, ദ കർവ് ഇസ് y equal to x and it moves from 0, 0 to 1, 1. ഇത്രയാണ് നമുക്ക് അറിയുന്നത്. സോ ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് ഇതിന്റെ പാരാമീറ്ററൈസ്ഡ് ഫോമിലേക്ക് മാറ്റാണ്. ഇവിടെ എക്സും വൈയും രണ്ട് വേരിയബിൾ ഉണ്ട്. പാരാമീറ്ററൈസ്ഡ് ഫോമിലേക്ക് മാറ്റുമ്പോൾ ഈ ലൈൻ ഇന്റഗ്രൽ സിംഗിൾ ഇന്റഗ്രൽ ആയിട്ട് തന്നെ നിൽക്കും. പക്ഷെ ഒരൊറ്റ വേരിയബിൾ ടി എന്ന് പറയുന്ന വേരിയബിളിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടും. അതായിരിക്കും നമുക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പം. സോ വർക്ക് ഡൺ ചെയ്യുമ്പോൾ ഇങ്ങനെ കണ്ടുപിടിക്കാനാണ് ഏറ്റവും എളുപ്പം. അപ്പൊ ഇനി നമുക്ക് കാണേണ്ടത് ആർ ആണ്. അതിൽ ഡി ആർ കാണണം. സോ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊസിഷൻ വെക്ടർ ഇസ് എക്സ് ഐ പ്ലസ് വൈ ജെ. ഇനി നമ്മുടെ കർവ് y ഈക്വൽ ടു എക്സ് ആണ്. ഇതിന്റെ പാരാമീറ്ററൈസ്ഡ് ഫോം എന്ന് വെച്ചാൽ ലെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ടി. എക്സ് ടി ആണ്. കർവ് y ഈക്വൽ ടു എക്സ് ആയതുകൊണ്ട് then y is also equal to t. അത്രയും കിട്ടി. സോ ഇനി അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. therefore r എന്ന് വെച്ച് കഴിഞ്ഞാൽ ടി ഐ പ്ലസ് ടി ജെ എന്ന് വരും. ഇനി ഡി ആർ ബൈ ഡി ടി ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് വരും? ഐ പ്ലസ് ജെ എന്ന് വരും. ഇംപ്ലൈസ് ഇതിൽ നിന്ന് ഡി ആർ കിട്ടി. ഡി ആർ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് ജെ ഇൻറ്റു ഡി ടി. ദാറ്റ് ഇസ് ഡി ടി ഐ പ്ലസ് ഡി ടി ജെ ആണ് നമ്മുടെ ഡി ആർ എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് വർക്ക് ഡൺ കാണാലോ. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ സി എന്ന് പറയുന്നത് ഇനിയിപ്പോ ടിയുടെ ലിമിറ്റ് ആണ് അല്ലെ. ടിയുടെ ലിമിറ്റ് നമുക്ക് ഇവിടുന്ന് അറിയാം 0 to 1 ആണ്. സോ 0 to 1 എഫ് ഡോട്ട് ഡി ആർ. എഫ് ഇതാണ്. സോ എഫിലെ എക്സിനും വൈക്കും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. സോ ദാറ്റ് ഇസ് ടി സ്ക്വയർ മൈനസ് ടി സ്ക്വയർ പ്ലസ് ടി ഐ മൈനസ് ഓഫ് 2t square plus tj dot product എന്തെടുക്കണം? dti plus dtj. ഈ ഇന്റഗ്രൽ ആണ് നമ്മൾ കാണേണ്ടത്. സോ ആദ്യം തന്നെ എന്ത് ചെയ്യാം? ഈ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കാം. ദിസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1 ടി സ്ക്വയർ മൈനസ് ടി സ്ക്വയർ പോയി. ബാക്കി ടി ഐ ഇൻറ്റു ഡി ടി എന്ന് വരും അല്ലെ. ദാറ്റ് ഇസ് ടി ഡി ടി എന്ന് വന്നു. ദെൻ മൈനസ് ഓഫ് എന്ത് വരും? 2t square plus t into dt. 2t square plus t into dt. That is integral 0 to 1 t dt minus 2t square dt minus t dt. രണ്ട് ടേംസ് ക്യാൻസൽ ഔട്ട് ചെയ്യും. ബാക്കിയുള്ളത് ഇന്റഗ്രൽ 0 to 1 മൈനസ് 2 പുറത്തേക്ക് എടുക്കാം. t square dt ആണ്. This is equal to minus 2 into എന്ത് വരും? ടി ക്യൂബ് ബൈ 3 ഫ്രം 0 to 1. This is equal to minus 2 into 1 by 3 minus 0. That is equal to minus 2 by 3 ആണ്. ഇന്റഗ്രലിന്റെ വാല്യൂ minus 2 by 3 ആണ്. പിന്നെ ഇത് വർക്ക് ഡൺ ആയതുകൊണ്ട് പോസിറ്റീവ് ആയിരിക്കും വർക്ക് ഡൺ എന്ന് പറയുന്നത്. സോ ഇതിന്റെ പോസിറ്റീവ് വാല്യൂ ആണ് എടുക്കുന്നത്. ദാറ്റ് ഇസ് 2 by 3. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്.
സോ ഇന്നത്തെ പ്രോബ്ലംസ് എല്ലാം തന്നെ വെക്റ്റർ കാൽക്കുലസിന്റെ ഡിഫറെന്റ് പോർഷനിലുള്ള ചോദ്യങ്ങളായിരുന്നു. എല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ള പ്രോബ്ലംസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. താങ്ക് യു.